നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ശ്രമത്തിൻ്റെ മറുവശമാണ് വിശ്രമം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. രാത്രിയിൽ ഉറക്കമില്ല, അതായിരുന്നു അയാളുടെ പ്രശ്നം. ഉറക്കം കിട്ടാനായി അയാൾ കാണാത്ത വൈദ്യന്മാരില്ല. ഒരു ദിവസം വളരെ പ്രശസ്തനായ വൈദ്യൻ അയൽനാട്ടിൽ നിന്നും അവിടെ എത്തി. അയാൾ വൈദ്യനെ കാണാനെത്തി. കാര്യങ്ങൾ വിശദമായി അയാൾ വൈദ്യനോട് പറഞ്ഞു. വൈദ്യൻ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങളുടെ മുടന്താണ്. യാതൊരുവിധ ശാരീരിക പ്രശ്നവുമില്ലാത്ത തന്നെ മുടന്തനെന്ന് വിളിച്ചതിൽ അയാൾക്ക് ദേഷ്യം തോന്നി. അപ്പോൾ വൈദ്യൻ തുടർന്നു, നിങ്ങളൊരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യും? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, വേലക്കാർ എല്ലാം ചെയ്യും. അപ്പോൾ വൈദ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉറക്കം കിട്ടാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എല്ലാ ദിവസവും എല്ലുമുറിയെ പണിയെടുക്കുക. അയാൾ പകൽ മുഴുവൻ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. അന്നു മുതൽ അയാൾക്ക് ഗാഢമായ ഉറക്കം ലഭിച്ചു. അധ്വാനിക്കാത്തവന് എങ്ങനെ രാത്രി ഉറക്കം വരും? വിയർത്തവർക്ക് മാത്രമാണ് വിശ്രമത്തിൻ്റെ വിലയറിയുക. വെയിലിൽ നിന്നവർക്കാണ് തണലിൻ്റെ തണുപ്പ് ഉൾക്കൊള്ളാനാകുക. തളർന്നുറങ്ങുമ്പോൾ മാത്രമേ ഉന്മേഷത്തോടെ ഉണരാനാകൂ. ജോലികൾ നമുക്ക് സഹായികളെ കൊണ്ട് ചെയ്യിക്കാം, പക്ഷേ ഉറങ്ങി സഹായിക്കാൻ ആർക്കും സാധിക്കില്ല. സമാധാനമായ രാത്രി വേണമെങ്കിൽ സംതൃപ്തമായ ഒരു പകൽ നാം കണ്ടെത്തിയേ മതിയാകൂ. അതെ, ശ്രമത്തിൻ്റെ മറുവശമാണ് വിശ്രമം. ശുഭദിനം.